ചേട്ടന്റെ മുമ്പിൽ വെച്ച് എന്നെ തല്ലി. ആന്റിയെ തല്ലൂന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ കണക്ക് കൂട്ടിയിരിക്കുക. ഇവളെ ഇനി ഒറ്റ തീർക്കലാണ് തീർക്കാൻ പോകുന്നത്. കുറെ കണക്കുകളുണ്ട് തീർക്കാൻ. എല്ലാം കൂടി ഒന്നിച്ചങ്ങ് തീർക്കും. വരട്ടെ. പിള്ളേർക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്താം അല്ലേ? അതൊക്കെ ആലോചിച്ച് ചെയ്യാം വാസുദേവ. അല്ല, രണ്ടച്ഛന്മാരും കൂടെ സംസാരിച്ച് ഇന്ന് തന്നെ കല്യാണം നടത്തുവോ? ചടങ്ങൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ആവട്ടെ മോളെ. വാ. അപ്പോ ചടങ്ങ് ഗംഭീരായിട്ട് കഴിഞ്ഞു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഈശ്വരൻ സഹായിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടി മംഗളായി നടക്കട്ടെ. എല്ലാം മംഗളായിട്ട് നടക്കും. മംഗളമായിട്ട് നടക്കുമെന്ന് പറയുന്ന കേട്ടാ രണ്ടും രണ്ട് വീടാണെന്ന് തോന്നുമല്ലോ. പക്ഷെ ഇത് ഒരു വീടാ. സത്യം, ഇവിടെ വന്ന് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞപ്പോ സ്വന്തം വീട് പോലെ തന്നെയാ തോന്നുന്നേ. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഇഷ്ടമായി. ബാക്കിയൊക്കെ തീരുമാനിക്കേണ്ടത് പിള്ളേരാ. നവീനെ, സംസാരിക്കേണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. എല്ലാം സംസാരിച്ചു വെച്ചാ. അങ്ങനെ ഒരാളോട് മാത്രം ചോദിച്ചാ പോരാ. ശരി, നീയെല്ലാം സംസാരിച്ചല്ലോ. സംസാരിച്ചിട്ടുണ്ട് ചേച്ചി. ഇനിയിപ്പോ അടുത്ത കാര്യങ്ങള്. കല്യാണം നമുക്ക് ബന്ധുക്കളുമായിട്ട് ആലോചിച്ചിട്ട് ഒരു ദിവസം അതിൻ്റെതായ രീതിയിൽ തന്നെ നടത്താം. അതല്ലെങ്കിലേ ഞാൻ പറഞ്ഞു വന്നത്. എന്താന്ന് വെച്ചാ പറഞ്ഞോ. അല്ല, വിവാഹമാകുമ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. ആ, അത് പറ. എടാ മോനെ, നിനക്ക് എത്ര പവൻ വേണം? ഏത് കാർ വേണം? ഫ്ലാറ്റ് ഏത് സിറ്റി വേണം? ഒക്കെ പറഞ്ഞോ. അതൊക്കെ ഞാൻ ശാരിയോട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ. അയ്യോ ആന്റി, അച്ഛനൊരു തമാശ പറഞ്ഞതാ. ആന്റി ഇത് സീരിയസ് ആയിട്ട് എടുത്തോ? വരട്ടെ വരട്ടെ, ഞങ്ങളൊക്കെ വാങ്ങിച്ചോളാം. അതല്ല, ഞങ്ങളിപ്പോ പറഞ്ഞില്ലേ രാധികേ, ആദ്യം ബാക്കി കാര്യങ്ങൾ നീങ്ങട്ടെ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ രാധികേ. ഓ, അങ്ങനെ ആവട്ടെ. ശരി ശരി ശരി, കാണാം. ശരി. ദേവികേ, ശരി. ശരി. ആ ശരി മോളെ. ശരി എന്നാ. ചുരുക്കി പറഞ്ഞ എല്ലാം കൊണ്ടും കാര്യങ്ങൾ നടക്കുന്ന മട്ടാണല്ലേ? ഭാർഗവി, ഞങ്ങൾക്ക് പെൺകുട്ടിയെ വീട്ടുകാരെ നന്നായിട്ട് ബോധിച്ചു. അത് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞു കേട്ടോ. ശാരിക നല്ല കുട്ടിയാ.
കാര്യമൊക്കെ ശരിയാ. ദേവികയെ പോലെ അല്ല ശാരിക. എല്ലാ കാര്യത്തിലും ഉറച്ച നിലപാടുള്ള പെണ്ണാ. വേണ്ടാന്ന് തീരുമാനിച്ചതാ. ഗൗരി ചേച്ചി, അവള് നല്ല ക്യാരക്ടറുള്ള കുട്ടിയാ. പിന്നെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു കല്യാണം നടന്നു കിട്ടാൻ വേണ്ടി വലിയ നന്മയുടെ പ്രതീകമായിട്ടൊന്നും അഭിനയിച്ചില്ല. എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. നിനക്കവളെ ഇഷ്ടപ്പെട്ടു, തിരിച്ച് നിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയണ്ടേ? ഓ പിന്നെ, ഇഷ്ടപ്പെടാതിരിക്കാൻ എന്റെ അനിയന് എന്താ ഒരു കുറവ്? നവീനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടാൻ ഇക്കാലത്ത് പ്രയാസാ. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. പിന്നെ മോനെ, ഒരു കാര്യം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കുടുംബ. ഇപ്പോഴാ അവരൊന്ന് കാല് നിലത്ത് കുത്താൻ തുടങ്ങിയത്. ആന്റി എന്താ പറഞ്ഞോണ്ട് വരുന്നേ? സ്ത്രീധന കാര്യമാണോ? ഭാർഗവി ഞങ്ങളോട് പറഞ്ഞിരുന്നു കഷ്ടപ്പാടും സ്ത്രീധനവും ഒക്കെ. അതല്ല, പുതിയ പിള്ളേരല്ലേ ഇവരൊക്കെ. കുറച്ചു കഴിയുമ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നി കളയരുത്. ആന്റി, പഴയ പിള്ളേരെക്കാൾ പുതിയ പിള്ളേർക്കാ ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനമുള്ളത്. അതിനെ ഒരുമിച്ച് ജീവിക്കാനായാലും ശരി, വേർപെട്ട് പോകാനാണെങ്കിലും ശരി. എന്തായാലും ആന്റി വിഷമിക്കണ്ട. അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശാരികയെ കല്യാണം കഴിക്കുള്ളൂ. മുരളേട്ടനെ വിളിക്കുന്നേ. ഹലോ മുരളേട്ടാ, ഞങ്ങളെല്ലാരും വീട്ടിലുണ്ട്. അമ്മയും അച്ഛനും നവീനും ഒക്കെ ഉണ്ട്. മുരളേട്ടൻ വന്നിട്ട് വേണം അവർക്ക് ഇറങ്ങാൻ. ശരി, ഓക്കെ. പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി അരമണിക്കൂറിനകം എത്തും. മോനെ, ദുബായിലും മുരളിയെ ശ്രദ്ധിച്ചോളേ. ആന്റി പേടിക്കാതെ. ഒരാഴ്ച കൊണ്ട് മുരളിയേട്ടന് ദുബായ് കാണാപ്പാടാകും. പിന്നെ മുരളിയേട്ടൻ എന്നെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. പിന്നെ എന്തായാലും മുരളിയേട്ടൻ അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്റെ അളിയനല്ലേ. ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ എനിക്കല്ലേ ക്ഷീണം. ചേച്ചി എന്നെ വെറുതെ ഇടുവോ? എന്റെ ഈശ്വര, എല്ലാം നന്നായിട്ട് വന്നാ മതി. എന്നാ പിന്നെ അങ്ങനെ തന്നെ നോക്കാം. ആ, എന്തായാലും ഒരു വക്കീലിനെ നമുക്ക് വേണമല്ലോ. ആ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നാളെ നന്ദം വന്ന് കാണട്ടെ. ആ ശരി. എന്താ വിളിച്ചേ? ആ, നിങ്ങളോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? നമുക്ക് മിടുക്കനായൊരു വക്കീലിനെ കിട്ടി. ആഹാ, സത്യമാണോ അമ്മേ? അതെ, നാളെ നിങ്ങൾ അദ്ദേഹത്തെ ചെന്നൊന്ന് കാണണം. ആദ്യവട്ടം നിങ്ങൾ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ പോവാം. പുള്ളി എവിടെ താമസിക്കുന്നേ? പേരെന്താ? വീട്ടിലാണോ ഓഫീസിലാണോ പോണ്ടേ? പേര് ശശാങ്കൻ വക്കീല്. വട്ടപ്പാറയ്ക്കടുത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാ താമസം. വീട്ടിൽ പോയി കാണാനാ പറഞ്ഞിട്ടുള്ളത്. ശശാങ്കൻ വക്കീലോ? പുള്ളി വളരെ കുറച്ച് കേസുകളെ എടുക്കൂ. അതുമല്ല, പല കോടതിയിലും പോവും വാദിക്കാൻ. അതാ ഇവിടെ അത്ര സജീവമാവാത്തത്. അല്ല, അമ്മ എങ്ങനെ ഈ വക്കീലിനെ പരിചയപ്പെട്ടെ? ആരാ റെക്കമെൻഡ് ചെയ്തേ? പുള്ളിയെ കുറിച്ച് പറഞ്ഞ ആളിനെ നിങ്ങൾ അറിയും. എസ്തപ്പാൻ. ആരാന്ന്? എസ്തപ്പാൻ നിങ്ങളുടെ അടുത്ത ആളല്ലേ? എന്തായാലും എസ്തപ്പാൻ വക്കീലിന്റെ വീട്ടിലുണ്ടാവും. അല്ല, ഇതിലിപ്പോ എസ്തപ്പൻ ചേട്ടൻ എങ്ങനെ വന്നു? അമ്മയ്ക്ക് എങ്ങനെ എസ്തപ്പൻ ചേട്ടനുമായിട്ട് പരിചയം? നമ്പർ എവിടെ നിന്ന് കിട്ടി? മീരക്കേസിന്റെ കാര്യം കഴിഞ്ഞ് നിങ്ങൾ എസ്തപ്പാനെ കാണാൻ പോയല്ലോ. അപ്പൊ നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ വിളിക്കാൻ ദേവിക എസ്തപ്പാന്റെ നമ്പർ തന്നിരുന്നു. ഓർമ്മയുണ്ടോ? ആ, അത് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പൊ എസ്തപ്പാൻ ചേട്ടനെ വിളിക്കാൻ കാര്യം? അല്ല, നമുക്കൊരു കൊച്ചു വീട്ടിലേക്ക് മാറാമെന്ന് മുൻപ് തീരുമാനിച്ചിരുന്നല്ലോ.
കുറച്ച് ദൂരേക്ക് പോണമെന്നല്ലേ നമ്മൾ നിശ്ചയിച്ചത്. ഈ എസ്തപ്പാൻ എന്ന് പറയുന്ന ആളിന്റെ നാട്ടില് വീട് അന്വേഷിക്കാൻ ഞാൻ വിളിച്ചിരുന്നു. എന്നിട്ട് പിന്നെയാണല്ലോ സിറ്റിയിൽ തന്നെ നിന്നാ മതിയെന്ന് തീരുമാനിച്ചത്. പക്ഷേ എസ്തപ്പാൻ ചേട്ടനെ വിളിച്ച കാര്യമൊന്നും അമ്മ ഞങ്ങളോട് പറഞ്ഞില്ല. അത് പിന്നെ വീടിന്റെ കാര്യമൊന്നും മുന്നോട്ട് പോയില്ലല്ലോ. അപ്പോ നിങ്ങള് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ചെന്ന് അന്വേഷിക്കേ. അവിടെ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ എസ്തപ്പാനും അവിടെ വരാന്നാ പറഞ്ഞത്. ജലജെ പറയൂ. ആണോ? അമ്മ എസ്തപ്പൻ ചേട്ടനുമായി സംസാരിച്ചു. ഇതിലെന്തോ ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളില്ലേ? ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. എന്തായാലും നമുക്കൊരു വക്കീലിനെ കിട്ടിയല്ലോ, അത് തന്നെ ആശ്വാസായി. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു സർ. തനൂജിയുടെ അമ്മ ഞാനാണെന്ന സത്യം പുറത്തറിയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിച്ചു. ചന്ദ്രമതിയോട് ഞാനൊക്കെ പറയാൻ പോകുന്നത്. മേരി തോമസ്, ഞാൻ പലവട്ടം ആലോചിച്ചു, എന്നിട്ട് വ്യക്തമായിട്ട് തീരുമാനിച്ചതാ ഇത്. ബലരാമൻ സാറിനെ കുറിച്ച് ഇപ്പൊ പുറത്തറിയുന്നത് പൂർണ്ണമായിട്ടും ചന്ദ്രമതി വിശ്വസിച്ചിട്ടുണ്ടാവണമെന്നില്ല. പൂർണ്ണമായിട്ടെന്നല്ല, ഭാഗികമായിട്ട് പോലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അതെ. അപ്പോ ഞാനൊരു പത്രസമ്മേളനത്തിലാണ് എല്ലാം ഏറ്റു പറയുന്നതെങ്കിൽ ചന്ദ്രമതിക്ക് അതൊരു ഷോക്കാവും. ചിലപ്പോ അവർ തളർന്നു വീഴും, അല്ലെങ്കിൽ സൂയിസൈഡിന് പോലും ശ്രമിക്കാം. സാധ്യതയുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഒരു ദുരന്ത കഥാപാത്രമാകാൻ പോകുന്നത് ബലരാമൻ സാറോ ഞാനോ തനൂജയോ അല്ല, പാവം ചന്ദ്രമതിയാവും. ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് അടുപ്പമുള്ള ആളാണെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും അറിയുക. ജീവിച്ചിരിക്കില്ല പിന്നീട് അവര്. അപ്പോ ഒക്കെ അവരെ തന്നെ വേണം അറിയിക്കാൻ. ഞാൻ വളരെ സൂക്ഷിച്ച് സമാധാനത്തോടെ ചന്ദ്രമതിയോടൊക്കെ പറയാം. മേരി തോമസ്, പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോ എല്ലാം അറിയുന്ന നിമിഷം ഒരു വല്ലാത്ത മുഹൂർത്തമായിരിക്കും. പക്ഷേ ഞാൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കുമ്പോ തകർച്ചയുടെ തീവ്രത കുറയും. പറഞ്ഞു പറഞ്ഞ് ഒക്കെ ശാന്തമാക്കാം. ശരി, ചന്ദ്രമതിയോടെല്ലാം തുറന്നു പറയുന്നു. ചന്ദ്രമതി എല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നു. പിന്നെ തനൂജയുടെ കാര്യം? തനൂജ ആരാ ഏറ്റെടുക്കുക? ചന്ദ്രമതി അവളെ തേവക്കാട്ട് നിർത്തുവോ, അതോ മേരി തോമസ് മന്ത്രിമന്ദിരത്തിലേക്ക് കൊണ്ടുപോകുമോ? അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. തനൂജ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് അറിയണം. അറിയാൻ എന്തിരിക്കുന്നു? മന്ത്രിയുടെ മകളാകാൻ പോവുകയല്ലേ? ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. അങ്ങനെ തെറ്റ് ചെയ്ത ഒരാൾ മന്ത്രിയായി തുടരാൻ പാടില്ല. ഞാനത് തുറന്നു പറഞ്ഞു കഴിഞ്ഞ രാജിവെക്കലാണ് ധാർമ്മികത. അത് ഞാൻ ചെയ്യണം സർ. തനൂജ അപ്പോ മുൻ മന്ത്രിയുടെ മകളാകും. ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ വരട്ടെ. അതാണ് സർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരേ സമയം സമൂഹത്തെയും മനസാക്ഷിയെയും വഞ്ചിക്കലാവും. നോ, ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കണ്ട. ചെയ്തു പോയത് അറിഞ്ഞുകൊണ്ടാരും വരുത്തി വെച്ചതല്ലോ. അതുകൊണ്ട് തന്നെ തെറ്റ് തിരുത്തൽ തന്നെ ധാരാളം. ആദ്യം ചന്ദ്രമതിയോട് പറഞ്ഞ് മനസ്സിന്റെ ഭാരവും നിറക്കട്ടെ. പിന്നീട് തീരുമാനിക്കാം. എന്തായാലും
സാറിനെ അറിയിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. നിനക്ക് ചായ വേണ്ട ദേവി? വേണ്ടെന്നേ. നന്ദുവിന് ചായ കൂടി കുറച്ച് കൂടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ വക്കീലിന്റെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ട്. അത് ധൃതി വെച്ചിട്ടെന്താ കാര്യം? എസ്തപ്പൻ ചേട്ടൻ വരണ്ടേ? ഇവിടെ നിൽക്കാനാണോ പറഞ്ഞേ? അതെ, പറഞ്ഞ സ്ഥലം ഇത് തന്നെയാ. പക്ഷേ ഈ കടക്കാരന് പോലും ശശാങ്ക വക്കീലിനെ അറിയില്ല. എസ്തപ്പൻ ചേട്ടൻ വരട്ടെ. ദൂരമില്ലേ, ചിലപ്പോ താമസിക്കും. താ ഒരു ചായ കുടിക്കേ? വേണ്ടെന്നേ. നന്ദു, അമ്മ എസ്തപ്പൻ ചേട്ടനെ വിളിച്ചെന്നൊക്കെ പറയുമ്പോ എനിക്കെന്തോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എസ്തപ്പൻ ചേട്ടനെ കുറിച്ചൊരു സംസാരം വന്നിട്ട് എത്രയോ കാലമായി. അപ്പൊ പിന്നെ അമ്മ എസ്തപ്പൻ ചേട്ടനെ വിളിച്ചെന്നും വക്കീലിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നും പറയുമ്പോ എന്തൊക്കെയോ ചില സംശയങ്ങള്. അത് നേരാ. എസ്തപ്പാൻ എന്നൊക്കെ നല്ല സ്വാതന്ത്ര്യത്തോടെയല്ലേ അമ്മ പറയുന്നേ, വളരെ അടുത്ത പരിചയക്കാരെ പോലെ. അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. നന്ദു, എന്താ? ആ ത്യാഗരാജനെ കാണാതായില്ലേ? അതിന്റെ പുറകില് എസ്തപ്പൻ ചേട്ടനായിരിക്കോ? ആ ദിവസത്തെ അമ്മയുടെ രീതികള്, ഭാവം ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് നന്ദു. ഉറച്ച മനസ്സോടെ അമ്മ നിന്നെ. സിയെ കാണാൻ വന്നപ്പോഴും വല്ലാത്ത ഭാവത്തിലായിരുന്നു അമ്മ. ഉറപ്പാ നന്ദു, ത്യാഗരാജനെ കാണാതായതിന് പുറകിൽ ഒരു രഹസ്യമുണ്ട്. അമ്മ പകരം വീട്ടിയതാ. എസ്തപ്പൻ ചേട്ടൻ സഹായിച്ചു. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അതിലൊരു സാധ്യതയുണ്ട്. അമ്മ ഇപ്പൊ ആകെ മാറിയിട്ടുണ്ട്. ഒന്നിലും കുലുങ്ങുന്നില്ല. നല്ല ബോൾഡാ. അമ്മ ഒരു തിരിച്ചടിക്ക് ഇറങ്ങിയിരിക്കുന്നതായിട്ടാ എന്റെ തോന്നല്. വരട്ടെ, വൈകാതെ തന്നെ ഒക്കെ മനസ്സിലാവും. ചേട്ടാ, എന്താ ഇവിടെ ഈ ശശാങ്കൻ വക്കീലിന്റെ വീട് എവിടെ? ശശാങ്കൻ മണികണ്ഠേട്ടാ. എന്താ സാബു? മണികണ്ഠേട്ടാ, ഇവിടെ ഏതോ ഒരു ശശാങ്ക വക്കീലുള്ളത്. ശശാങ്കനോ? ശശാങ്കം വക്കീലോ? നന്ദു, അങ്ങനെ ഒരു വക്കീലില്ലാന്ന് തോന്നുന്നു. ആ സാബു, നമ്മുടെ കാട്ടറോഡിൽ താമസിക്കുന്ന ആ തലയിൽ മുടിയൊന്നുമില്ലാത്ത ഒരു നിർഗുണ പരബ്രഹ്മം. അതാരാ? നിനക്ക് ഓർമ്മയില്ലടാ സാബു? നമ്മൾ ഉത്സവത്തിന് പിരിവിന് പോയപ്പോ അടി കൊടുത്ത കക്ഷിയില്ലടാ. അങ്ങനെ വക്കീലാ? അയാള് കേസ് വാദിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വക്കീലാണെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. അങ്ങേര് വക്കീലാണെന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. അത് ചോദിക്കാൻ കാര്യം എന്താ? ഇവരെ പുള്ളിക്കാരനെ അന്വേഷിച്ച് വന്നതാ. ബന്ധുക്കളാണോ? അല്ല, ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേ. എന്ന് വെച്ചാ നിങ്ങൾ കേസ് ഏൽപ്പിക്കാൻ പോകണോ? അതെ. അല്ല, എവിടെ അദ്ദേഹത്തിന്റെ വീട്? ഇവിടുന്ന് നേരെ ചെന്നിട്ട് ഇടത്തോട്ട് തിരിക. അവിടുന്ന് 4ാമത്തെ വീട്. ശരി ഏട്ടാ. ഓ, ഈ നാട്ടുകാർ പറഞ്ഞപ്പോ എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. എന്തായാലും നമുക്ക് ചെല്ലാം. എസ്തപ്പൻ ചേട്ടന് വരുമല്ലോ.